ഹലോ കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ചന്ദ്രകാന്ത റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കാത്ത പിങ്കിയെ നന്ദ ഉണർത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ കണ്ണാടിയിൽ വെളിച്ചടിച്ചിട്ട് നന്ദയുടെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുകയാണ്. അപ്പോ ഈ ഒരു വെളിച്ചം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി അവിടെ നിന്ന് ചാടിയിട്ട്, ശേ നീ എന്തീ കാണിക്കുന്നെന്താ? എണീക്കൂ പിങ്കി, എത്ര സമയമായി? എണീക്കുന്നില്ലേ? ഇത്ര സമയം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എണീറ്റുണ്ടേ. അപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് പിങ്കിയുടെ ചിറ്റ അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ട പിങ്കിയുടെ ചിറ്റയ്ക്ക് അരിശം വരികയാണ്. ശേ നന്ദേ, എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? പിങ്കി കുറച്ചു നേരം ഉറങ്ങിയെന്ന് വിചാരിച്ച് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? നീ കുറച്ച് അധിക പ്രസംഗമാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. അത് ഇവിടെ നടക്കില്ല. പിങ്കിയുടെ ഇഷ്ടമാണ് ഉറങ്ങണോ വേണ്ടെന്നൊക്കെ. പിങ്കിയുടെ ചിറ്റ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ സംസാരിച്ചതും ഞാൻ പ്രവർത്തിച്ചതും ഒക്കെ പിങ്കിയോടാണ്, അല്ലാതെ ചിറ്റയോടല്ല. കൊറേ നേരമായി കിടന്ന് ഉറങ്ങുന്നു. ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിങ്കിക്ക് മാത്രമല്ല വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വരെ അത് ദോഷമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത്. പിങ്കി എണീറ്റണ്ടേ പിങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല എനിക്ക് പറ്റും എണീക്കാനായിട്ട്. അത് പറഞ്ഞാൽ ശരിയാവില്ല. എണീറ്റട്ടെ, പോയി യോഗ ചെയ്യാനായിട്ട് നോക്കണം. യോഗയോ? എനിക്കൊന്നും പറ്റില്ല യോഗ ചെയ്യാനായിട്ട്. അത് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇല്ല, എനിക്ക് ഉറങ്ങണം, എന്നെ വിട്ടണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി വീണ്ടും ഉറങ്ങാനായിട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പിങ്കി എണീറ്റണ്ടേ, ഞാൻ ഈ പറഞ്ഞ കാര്യം നീ ചെയ്തേ മതിയാവുള്ളൂ പിങ്കി. യോഗ അത് മസ്റ്റാണ്. ഞാൻ പറയുന്ന കാര്യം ഇവിടെ അനുസരിച്ചില്ലെങ്കിൽ പലരും അനുഭവിക്കും. അതനുസരിക്കുന്നതായിരിക്കും പലർക്കും നല്ലത് എന്ന് ഈ പിങ്കിയുടെ ചിറ്റയെയും അതേപോലെ തന്നെ പിങ്കിയെയും നോക്കിയാണ് നമ്മുടെ നന്ദ ഈ കാര്യം പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വശപ്പശകാണെന്ന് നമ്മുടെ പിങ്കിക്കും തോന്നി. കാരണം ഇനി നന്ദ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ പണി പാളോന്നും പിങ്കിക്ക് അറിയാം. അങ്ങനെ യോഗയെങ്കിൽ യോഗ എന്ന് പറഞ്ഞത് വലിയ ശല്യമായല്ലോ ദൈവമേ എന്നും പറഞ്ഞ് നമ്മുടെ പിങ്കി അവിടെ നിന്ന് ചാടി എണീറ്റ് നേരെ യോഗ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ കൂടെ ഈ ചിറ്റയും ഉണ്ട്. അപ്പൊ ചിറ്റ ഇവിടെ നന്ദയെ കാണും തോറും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഈ നന്ദ, എന്താണ് ഈ കാണിച്ചു വിടുന്നത്? എന്നാലും ഇങ്ങനെയൊന്നും പാടില്ല കേട്ടോ, ഇതൊക്കെ വല്ലാതെ മോശമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ഒരു മോശമില്ല. അല്ല, ഈ യോഗയെ കുറിച്ച് നിനക്ക് വല്ലതും അറിയോ എന്നൊക്കെ പിങ്കി ചോദിക്കാണ്. പിന്നല്ലാതെ എനിക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. യോഗ അറിയാതെ എന്തെങ്കിലും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാലേ ആകെ പ്രശ്നമാകും. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല എന്റെ ചിറ്റേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു ഡോക്ടറാണ്. അപ്പോ ഈ കാര്യത്തില് എനിക്ക് നന്നായിട്ടൊരു തീരുമാനം എടുക്കാൻ അറിയാം. എല്ലാം നോക്കിയും കണ്ടും അന്വേഷിച്ചിട്ട് മാത്രമേ ഞാനൊരു കാര്യത്തിന് തീരുമാനം എടുക്കത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും ചെയ്തത്. ഇതില് ചിറ്റ കയറി ഇടപെടാനായിട്ട് നിൽക്കണ്ട. യോഗയും ഞാൻ പഠിച്ചാണ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്നാലല്ലേ കുഞ്ഞിന് നല്ല ആരോഗ്യവും ഇതൊക്കെ ഉണ്ടാവുള്ളൂ, ഉന്മേഷവും ഒക്കെ ഉണ്ടാവുള്ളൂ. ജനിക്കാൻ പോണ കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് ജനിക്കണ്ടേ? അതിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ യോഗ ചെയ്യാനായിട്ട് നമ്മുടെ പിങ്കിയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നന്ദ കാണിച്ച ആ ഒരു മുദ്രയിലൊക്കെ യോഗ ചെയ്യിപ്പിക്കുകയാണ് പിങ്കിയെ കൊണ്ട് നന്ദ. ഇത് കണ്ട ചിറ്റയ്ക്കാണെങ്കിൽ ആകെ അരിശവും വരികയാണ്. ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിച്ചേ മതിയാവുള്ളു, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവള് ഇവിടെ നിന്ന് കിടന്ന് വല്ലാത്ത ഷോ കാണിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നന്ദ അവിടെ നിന്ന് പോവുകയാണ്. പിങ്കി ആണെങ്കിൽ ആകെ വശം കേട്ട്, എന്റെ ചിറ്റേ എനിക്ക് വയ്യ, എനിക്ക് യോഗയൊക്കെ മടുത്തു, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇനി നീ ചെയ്യണ്ട, ഈ നന്ദ പറഞ്ഞാലും നീ ചെയ്യരുത്. ചെയ്യണില്ല, പക്ഷെ എന്നാലും അവള് വിടില്ലല്ലോ, അതല്ലേ പ്രശ്നം. വിടും, നീ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങളെല്ലാം ചെയ്യോ. അപ്പൊ പിന്നെ നന്ദ പറയണത് നീ അനുസരിക്കാൻ നിൽക്കരുത്. അങ്ങനെ അനുസരിക്കാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അവള് പിന്നെ എന്റെ തലയിൽ കയറി നിറങ്ങില്ലേ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം. എന്താ ചിറ്റേ, എന്താ ഞാൻ ചെയ്യേണ്ടത്? അതായത് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ? ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താ? അത് പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് മാറി വെറുതെ ഇരിക്കണം. അതാണ് എന്റെ ആഗ്രഹം, അതാണ് എന്റെ ഇഷ്ടം. അപ്പോ ഇപ്പൊ നന്ദ വരികയാണ്. നന്ദ വന്നിട്ട് നിന്നോട് പറയാണ് സദ്യ കഴിക്കാൻ. അപ്പോ നീ സദ്യ കഴിച്ചിട്ട് നിന്നോട് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പറയുകയാണ്. നീ എന്ത് ചെയ്യും? ഞാൻ സദ്യ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങും. അങ്ങനെ ചെയ്യരുത്. നീനോട് സദ്യ കഴിക്കാൻ പറയുമ്പോ നീ പറയണം എനിക്ക് ആ സദ്യ ഇഷ്ടമല്ല എന്ന്. അങ്ങനെ ആ സദ്യ ഇഷ്ടമല്ല എന്നും ആ സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഛർദിക്കുമെന്നും എന്നൊക്കെ നീ പറഞ്ഞു പരത്തണം. അപ്പൊ നന്ദ അവിടെ ആരായി? അങ്ങനെ മനസ്സിലായിച്ചിട്ടേ, എനിക്കിപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതിൻ്റെതായ രീതിയിൽ ചെയ്താൽ മതി പിങ്കി. അപ്പൊ പിന്നെ നന്ദയെ നമുക്ക് പുറംകാലം കൊണ്ട് തൊഴിക്കാം.
എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ വരുന്നത് നമ്മുടെ നന്ദ നല്ല ഒന്നാന്തരം ജ്യൂസ് ആയിട്ട്. അങ്ങനെ പിങ്കിയോട് പറയാണ്, പിങ്കി ദേ ഇത് നിനക്ക് വേണ്ടി കൊണ്ടുവന്ന ജ്യൂസാ. ഇത് സാധാരണ ജ്യൂസ് അല്ല കേട്ടോ, നല്ല നാടൻ മാമ്പഴത്തിന്റെ ഒരു മരുന്ന് അടിക്കാത്ത നല്ല ജ്യൂസ്. അമ്മയ്ക്ക് അപ്പുറത്തെ പറമ്പിൽ നിന്ന് കിട്ടിയതാ ഈ നാടൻ മാമ്പഴേ. അപ്പോ അതെനിക്ക് തോന്നി പിങ്കിക്ക് കുറച്ച് ജ്യൂസ് അടിച്ചു തരാന്ന്. അപ്പൊ പിങ്കിക്ക് നാടൻ മാമ്പഴം ജ്യൂസ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വായനൊക്കെ വെള്ളമൊക്കെ ഊറുന്നുണ്ട്. പക്ഷേ നന്ദയുടെ മുന്നിൽ അതൊന്നും കാണിക്കാനായിട്ട് പാടില്ലല്ലോ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് പിങ്കിക്ക് അറിയാം. അപ്പോ പിങ്കി പറയാണ്, എനിക്ക് വേണ്ട. അതെന്താ നന്ദേ? അല്ല അതെന്താ പിങ്കി, അതെന്താ വേണ്ടെന്ന് പറഞ്ഞത്? നീ ഉണ്ടാക്കിയല്ലേ, നിന്റെ കൈ ഉണ്ടാക്കിയല്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ട. അതെന്ത് വർത്താനാണ് പിങ്കി പറയുന്നത്? ഞാൻ ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് എന്താണ് പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇതൊന്ന് കുടിക്ക്. ഇത് കേട്ട ചിറ്റിയാണെങ്കില്, ഷേ നന്ദേ, അവൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നീ എന്തിനാ അവളെ കൊണ്ട് കുടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്? വിട്ടേക്ക്. അത് പറഞ്ഞാ പറ്റില്ല ചിറ്റേ. ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്നത് പിങ്കിക്ക് കൊടുക്കാനാണ്. ഈ ജ്യൂസ് കുടിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഈ ജ്യൂസ് അങ്ങോട്ട് കുടിക്കണ്ട പിങ്കി. എനിക്ക് വേണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ദേ കുഞ്ഞിന്റെ ആരോഗ്യമാണ്, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞെ. മതി നിർത്ത്. എപ്പോഴും അത് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. അതുകൊണ്ട് ഈ ജ്യൂസ് കുടിക്കും. അങ്ങനെ നമ്മുടെ പിങ്കി വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സമ്മതിക്കില്ലേ, ഇത് കുടിച്ചാൽ മതിയാവുള്ളു. അങ്ങനെ പിങ്കിയെ കൊണ്ട് നിർബന്ധിച്ച ജ്യൂസ് അങ്ങോട്ട് കുടിപ്പിക്കണം. ജ്യൂസ് പിങ്കി കുടിക്കുകയും ചെയ്യാണ്. അപ്പോ ഈ ചിറ്റ പറയണം, ദേ നീ എന്ത് തോന്നിയ സോണി കാണിക്കുന്നേ? എന്തിനാണ് ആ പെണ്ണെ കൊണ്ട് അതെല്ലാം കുടിപ്പിച്ചത്? അവൾക്ക് എല്ലാം ഒന്നും പറ്റില്ല, അവൾക്ക് അലർജിയാണ്. ഓ, ജ്യൂസിലൊന്നും അലർജി ഇല്ല എന്റെ ചിറ്റെ. അലർജി ഉള്ളത് പാലിലല്ലേ. അപ്പൊ പിന്നെ ഇതൊന്നും പ്രശ്നമില്ല. ആര് പറഞ്ഞു? അവൾക്ക് ആ ജ്യൂസിലൊക്കെ അലർജി ഉണ്ട്. എനിക്കറിയാൻ കാര്യങ്ങള്. ഇപ്പൊ അവള് ഛർദിക്കാൻ ചാൻസ് ഉണ്ട്. ഏയ് ഇല്ല, ഛർദിക്കും. പിങ്കി ഉറപ്പായിട്ട് ഛർദിക്കും. എനിക്കറിയാം, പിങ്കി ഉറപ്പായിട്ട് ഛർദിച്ചിരിക്കും. അപ്പോ ഈ ചിറ്റി ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് കാര്യം മനസ്സിലായി. പിങ്കിയെ കണ്ണ് വെച്ചിങ്ങനെ കാണിക്കണം, പോയി ഛർദിക്കടേന്നും പറഞ്ഞോണ്ട്. അങ്ങനെ പിങ്കി ആണെങ്കിൽ, അയ്യോ എനിക്ക് ഛർദിക്കാൻ വരുന്നു, ചിറ്റ പറഞ്ഞ സത്യോ, എനിക്ക് ഛർദിക്കാൻ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഓടി നേരെ ബാത്റൂമിലേക്ക് ഓടുകയാണ്. ഇത് കണ്ട നന്ദയ്ക്ക് ആകെ പേടുന്നിരിക്കണത്. അപ്പൊ നന്ദയാണെങ്കിൽ, അയ്യോ പിങ്കി എന്ത് പറ്റി പിങ്കി? അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ബാത്റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ചിറ്റ പറയാണ്, മോളെ ഛർദിക്കുന്ന പോലെ അഭിനയിക്കും മോളെ. ആ ശരി. അപ്പോ നന്ദ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, എന്താ പിങ്കി കുഴപ്പമൊന്നുമില്ലല്ലേ? ശേ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേടി അവൾക്ക് ജ്യൂസ് ഒന്നും കൊടുക്കണ്ടായിരുന്നു. ഇപ്പൊ എന്തായി? നീ ആ കൊച്ചിനെ ഇല്ലാതെ ആക്കുമല്ലേ? അയ്യോ ചിറ്റേ, ഞാൻ ജ്യൂസ് കൊടുത്തെന്ന് വിചാരിച്ച് എന്താ പ്രശ്നം? ഇപ്പൊ കണ്ടില്ലേ, ജ്യൂസൊക്കെ അലർജിയാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ പിങ്കി പറയാണ്, അയ്യോ എനിക്ക് തീരെ വയ്യ ചിറ്റേ. മോള് വാ മോളെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ മതിയാവുള്ളൂ. ഇവളുടെ അഹങ്കാരം ഇന്നത്തോടെ അവസാനിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഇവർ രണ്ടുപേരും താഴത്തേക്ക് ഇറങ്ങിയാണ്. അപ്പൊ നമ്മുടെ അരുന്ധതിയും അതേപോലെ തന്നെ പവിത്രയുടെ അമ്മായിയമ്മയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതി ചോദിക്കണം, ആഹാ ഇത് ആരാ വന്നിരിക്കുന്നത്? പിങ്കി മോളോ? എന്താ പിങ്കി മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം സംഭവിക്കാനാണ്? ഓ, ആ നന്ദയില്ലേ, ആ നന്ദയാണ് എല്ലാത്തിനും കുഴപ്പക്കാരി എന്നൊക്കെ ഇനി സംസാരിച്ച. അയ്യോ നന്ദ എന്ത് ചെയ്തെന്നോ? അപ്പോഴാണ് നന്ദ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നന്ദ എന്ത് ചെയ്തെന്നോ? ഇവൾക്ക് പലതിനും അലർജി ഉള്ളതാണ്. ഇവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ഇവൾക്കതേ ജ്യൂസ് കുത്തിക്കയറ്റി കൊടുത്തിരിക്കുന്നു, ഒരു സ്വസ്ഥ കൊടുക്കുന്നില്ല. ഇന്നലെ കൊച്ച് വെളുപ്പം കഴിയപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്, രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ രാവിലെ ആയപ്പോ ഞാൻ കുറച്ച് താമസിച്ചെണീറ്റു. അതിന് നന്ദ വന്നിട്ട് എണീക്കെന്നും പറഞ്ഞ് കുത്തി എണീപ്പിച്ചു. ഇതൊക്കെ കേട്ട് വന്നപ്പോഴേക്കും നമ്മുടെ നന്ദ അങ്ങോട്ട് ചെന്ന്, അയ്യോ അങ്ങനെയൊന്നുമില്ല അമ്മായി, ഇവരിപ്പോ നുണയെ പറയുന്നത്. ഞങ്ങളൊരു നുണയല്ല പറയുന്നത്. എന്നിട്ട് ഉറക്കത്തിൽ എണീപ്പിച്ചിട്ട് യോഗം മുഴുവൻ ചെയ്യിപ്പിക്കായിരുന്നു. കൈ ഇങ്ങോട്ട് തിരിക്കി, കാല് അങ്ങോട്ട് പോക്ക്, മൂക്കില് കാലിന്റെ വിരല് കൊണ്ടത് മുട്ടിക്ക്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു. 3 ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാലേ ദേ ആകെ പ്രശ്നവും. പിന്നെ അപോഷണാകാൻ അത് മാത്രം മതി. ഇത് കേട്ട അരുന്ധതി ആകെ പേടിച്ചു പോവുകയാണ്. അപ്പൊ നന്ദയാണെങ്കിൽ, നിങ്ങൾ എന്തിനാ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നീ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലേ നന്ദേ? നീ ഇവിടെ കൊണ്ട് ജ്യൂസ് നിർബന്ധിച്ച് കുടിപ്പിച്ചില്ലേ? ഇത് കേട്ട നന്ദയാണെങ്കിൽ, അത് പിന്നെ ജ്യൂസ് കുടിപ്പിച്ചെന്ന് വിചാരിച്ച് എന്താണ് പ്രശ്നം? ഇതാണ് ഇവളെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ കുഞ്ഞല്ലേ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത്. അപ്പൊ ദ്രോഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോഴാണ് ഗേതുവും അങ്ങോട്ട് വരുന്നത്. അപ്പോ നമ്മുടെ അരുന്ധതി ചോദിക്കേണ്ടത്, എന്താ നന്ദേ
നീ എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്നത്? നീ എന്തിനാ പിങ്കി ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഇല്ല അമ്മായി, അങ്ങനെയൊന്നും നടന്നിട്ടില്ല അമ്മായി, നടന്നിട്ടില്ലെന്നോ? ദേ ഞാൻ എന്നിട്ടേ അവളെ തടയുകയായിരുന്നു, പിങ്കിയോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, നന്ദ പറഞ്ഞെല്ലാം അനുസരിക്കണം, കാരണം നന്ദയുടെ കുഞ്ഞല്ലേ നിന്റെ വയറ്റിൽ കിടക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞ അനുസരിക്കുന്നു. പക്ഷെ പിങ്കി എന്നോട് പറഞ്ഞു എനിക്കിതൊന്നും സഹിക്കാനായിട്ട് ഇനി പറ്റില്ല, അവളെ ദ്രോഹം സഹിക്കാനായിട്ട് പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ടാ ഇപ്പൊ അമ്മാരുടെ അടുത്തേക്ക് ഓടി വന്നത്. അമ്മായി എന്ന് പറഞ്ഞാലേ പിങ്കിക്ക് ജീവനാണ് എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതിയെ അമ്മായിയെ അങ്ങോട്ട് സോപ്പിട്ട് അങ്ങോട്ട് നിർത്തുകയാണ്. അപ്പൊ നമ്മുടെ ഗൗതം അങ്ങോട്ട് വരികയാണ്. നന്ദയാണെങ്കിൽ ആകെ കരഞ്ഞു വല്ലാത്തൊരവസ്ഥ. അങ്ങനെ നന്ദ ഗൗതത്തിന്റെ അടുത്ത് ചെന്നിട്ട്, ഗൗതം സാർ ഇത് കേട്ടോ സാർ, സാറെങ്കിലും പറ സാർ. ഞാൻ എന്ത് പറയാനാ, ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ലല്ലോ. അപ്പോ പവിത്രയുടെ അമ്മയാണെങ്കിൽ അല്ലെങ്കിലും ഗൗതം എന്ത് പറയാനാണ് ഈ കാര്യത്തില്? ഗൗതത്തെ പിടിച്ചിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഗൗതത്തിനൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. ദേ ഇപ്പൊ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരുന്ധതി അമ്മായി പറയുകയാണ്, ദേ നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത്, കാരണം നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഇവിടെ ഒരുക്കി തരാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എങ്കിലൊരു കാര്യം വേണം, ഇനി പിങ്കിയുടെ കാര്യം നന്ദ നോക്കാനായിട്ട് പാടില്ല. ഇത് കേട്ട് നമ്മുടെ ഗൗതമാണെങ്കിൽ അതൊന്നും പറ്റില്ല, നന്ദ പിങ്കിയുടെ കാര്യം നോക്കും, കാരണം ഞങ്ങളുടെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്. അപ്പൊ പിന്നെ നന്ദയ്ക്ക് നോക്കാതിരിക്കാനായിട്ട് പറ്റുമോ? നോക്കണം, നന്ദ നോക്കിയേ മതിയാവുള്ളൂ. പറ്റില്ല, നന്ദ നോക്കാനായിട്ട് പാടില്ല. ദേ അമ്മയെ പോലെ തന്നെ അച്ഛനും അവകാശം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനി പിങ്കിയുടെ കാര്യം ഗൗതം നോക്കട്ടെ എന്ന് ചിറ്റ പറയുകയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കിക്ക് ഭയങ്കര സന്തോഷം. അപ്പോ പിങ്കി വേണം, അത് ശരിയാ, ഗൗതം എന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, ഗൗതം ആവുമ്പോൾ കണ്ടും നോക്കിയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും, അതിനെനിക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് ഗൗതം നോക്കിയാൽ മതി. അപ്പൊ ഗൗതം പറഞ്ഞില്ല, പറ്റില്ല, എനിക്ക് നോക്കാനൊന്നും പറ്റിയൊന്നുമില്ല, എല്ലാം നന്ദൻ നോക്കിക്കോളും. ഇത് കേട്ട് നമ്മുടെ അരുന്ധതി ആയിൽ നിർത്ത്, പിങ്കിയുടെ കാര്യം ഏതായാലും ഇനി നന്ദ നോക്കണ്ട, മനസ്സിലായല്ലോ? ഇനി നന്ദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇനി പിങ്കിയെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താ അമ്മായി എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് ആ കുഞ്ഞിന്റെ മേലെ അവകാശമില്ലേ? അവകാശമുണ്ട്, നിനക്ക് കുഞ്ഞിന്റെ മേലെ അവകാശമുള്ളു, അല്ലാതെ പിങ്കിയെ ഉപദ്രവിക്കാനുള്ള ഒരു അവകാശവും നിനക്കില്ല, പറ മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇനി പിങ്കിയുടെ കാര്യങ്ങൾ മുഴുവനും ഗൗതം നോക്കിയാ മതി, ഗൗതം മാത്രം നോക്കിയാ മതി എന്ന് അരുന്ധതി അവിടെ ഉത്തരവിടുകയാണ്. അപ്പൊ അരുന്ധതിയുടെ ആ ഉത്തരവിന് മുന്നില് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അമ്മായി എന്തമ്മായി, ഞാൻ പറഞ്ഞല്ലോ ഇനി എതിർത്തൊരു വാക്കും വേണ്ട. ദേ ഇനി ഇവിടെ ഒന്നും ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, പിങ്കിയുടെ ആഗ്രഹങ്ങളാണ് ഈ വീട്ടിലെ വലുത്, അതേപോലെ തന്നെ നടക്കുള്ളൂ, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ ആകെ തകർന്നു പോയ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്.